ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ക്രിസ്മസിൻ്റെ 10 ദിവസത്തെ അവധിക്ക് ശേഷം നാളെയാണ് സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ആദ്യം തന്നെ ടൈം ടേബിൾ ആക്കി വയ്ക്കണം. ബാഗ് ഫ്രീ ആണോ നോക്കട്ടെ. എന്നിട്ട് ടൈം ടേബിൾ. ദാറ്റ് ഈസ് മൈ ബാഗ്. ഇതിനകത്ത് വേറെ ആയിട്ടൊരിതുണ്ട്. അതിന് പേപ്പർ എടുക്കും, പരീക്ഷയ്ക്ക് എഴുതാനുണ്ട്. എല്ലാവരെയും നോക്കി സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലൊന്നുമില്ല. ഇതിനകത്തൊരു കർച്ചീഫിനാന്ന് കൊണ്ടുപോയതാണെന്ന് തോന്നുന്നത്. കഴിവായിട്ട് ഇതിനകത്ത് സ്ലൈഡ് ഉണ്ട്. ഞാൻ സ്ലൈഡ് അപ്പം ബാഗിനകത്തൊന്നുമില്ല. നമുക്ക് ടൈം ടേബിൾ നോക്കി. നാളെ എല്ലാ വിഷയമുണ്ട്. നാളെ 7 വിഷയമുണ്ട്. എനിക്കിത് പൊതിയാനൊന്നും കിട്ടിയില്ല. ചെറിയ റോളാണ് മേടിച്ചത്. ഇപ്പം സെക്കൻഡ് പാർട്ട് പൊതിയാൻ കിട്ടിയില്ല. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ പൊതിയാൻ കിട്ടിയില്ല. ഇത്ര വിഷയമുണ്ട്. എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. അമ്മച്ചി ഒന്ന് പിടിച്ചാണെന്ന്. ഞാൻ ഈ ഒരേല് എനിക്ക് റിവിഷൻസ് ഒക്കെ നടത്തുമല്ലോ. അപ്പം റൈറ്റിംഗ് ബോർഡൊക്കെ വയ്ക്കാം. ഞാൻ റൈറ്റിംഗ് ബോർഡാണ് ഇതിൽ വയ്ക്കുന്നത്. റൈറ്റിംഗ് ബോർഡും പേപ്പറൊക്കെ ഇതിൽ വയ്ക്കുള്ളൂ. അല്ലാതെ ഒന്നും ഓക്കെ. അപ്പോൾ ടൈം ടേബിൾ നോക്കി വെച്ചു. അപ്പോൾ ഞാൻ ടൈം ടേബിൾ നോക്കി വെച്ച് ഇനി എൻ്റെ ബോക്സ് റെഡിയാക്കാം. ഇതെൻ്റെ അനിയൻ്റെ ബോക്സാണ്. സ്പൈഡർമാൻ്റെ ഈ പടം എല്ലാം അവൻ്റെ. എൻ്റേത് ജോമെട്രി ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് വെച്ചിരിക്കണം. വേറെ ഒന്നും വെച്ച്. ഇതിനകത്ത് ഒരു പെൻസിലും പിന്നെ ഒരു പേനയും. ഞാൻ എല്ലാം നീലമശി വെച്ച് തന്നെ എഴുതുന്നത്. ബുക്കിനിട്ടായിരിക്കും. പിന്നെ എല്ലാം നീലമശി വെച്ചാൽ അതുകൊണ്ടൊക്കെ അല്ലേ പേന. അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ സ്കെയിലാണ് ഇല്ല ജോമെട്രിയിലുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ സ്കെയിലെടുത്തിന്. എനിക്ക് ജോമെട്രിയിൽ ഇത് വാപ്പച്ചിരത്തിന് മേടിച്ച് തരാൻ പറഞ്ഞത്. ഇത് കാണാനില്ല. അപ്പം ഞാൻ ഇതെടുത്തു. പിന്നെ ഇതും കൂടി ഇരിക്കട്ടെ. അപ്പോൾ ബോക്സിൻ്റെ കഴിഞ്ഞ തീരുമാനം കട്ടാക്കി. അപ്പോൾ നമ്മുടെ ബാഗിൽ ടൈം ടേബിളും ബോക്സൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ ഓർഗനൈസർ. ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവരെ എടുത്ത് കാണാൻ ഭയങ്കര എളുപ്പം തന്നെ. കാർഡ്ബോർഡും A4 ഷീറ്റും പിന്നെ ഫെവിക്കോളും അത്രയും മതി. പിന്നെ അലങ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ ഗ്ലിറ്റർ ടേപ്പോ വാഷി ടേപ്പോ എടുത്ത് ഒട്ടിക്കാം. ഇത് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നവർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ല എളുപ്പം തന്നെ. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി ഒന്ന് ശ്രമിച്ച് നോക്കി ഒരു കമൻറ്റ് ചെയ്യണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതെനിക്ക് ഞാൻ ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കും. ഞാൻ ഇത് ഉണ്ടാക്കും. അതായത് ഞാൻ ഇത് ഉണ്ടാക്കി എനിക്ക് ഇഷ്ടപ്പെട്ടെന്നൊക്കെ വന്നിരുന്നു. ഇത് കാണുന്നവർ
പിന്നെ ഞാൻ സ്റ്റഡി ടേബിൾ പരിചയപ്പെടുത്തുന്ന വീഡിയോയിൽ ഇതിൽ എഴുതണമൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. കാരണം ഞാൻ തുണി എടുക്കാൻ മറന്നു, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഞാൻ ഒരു സെല്ലോ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൽ മായ്ക്കാൻ പറ്റും. കണ്ണൊക്കെ വരച്ചപ്പോൾ ഇങ്ങനെ എടുത്ത് സൂപ്പറല്ലേ? ഇപ്പം എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അതോ പിന്നെ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് പിന്നെ നമ്മൾ ചോറൊക്കെ കഴിക്കുമ്പോൾ കയ്യിലൊരു എണ്ണമയോ ഒരു സ്മെല്ലൊക്കെ കാണുമല്ലോ, അത് പോകാൻ വേണ്ടി ഞാനൊരു ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഹാൻഡ് ജെല്ല് എടുത്ത് വയ്ക്കും. ഹാൻഡ് ജെല്ലും പിന്നെ എൻ്റെ ചുണ്ട് എപ്പോഴും ഡ്രൈ ആവുമ്പം ഞാനാണെങ്കിൽ വാസ്ലി എടുത്തിടും. അപ്പോൾ വാസ്ലിയും പിന്നെ കർച്ചീഫും വയ്ക്കും വേർക്കുമ്പോൾ മറ്റേതൊക്കെ തുടയ്ക്കും, കൈയൊക്കെ തുടയ്ക്കാൻ വേണ്ടി. പിന്നെ ഹാൻഡ് ജെല്ലും വാസ്ലിയും കർച്ചീഫും എപ്പോഴും എടുത്ത് വയ്ക്കും. അപ്പോൾ നമുക്കത് എടുക്കാം. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന ഹാൻഡ് ജെല്ല്. ഹാൻഡ് വാഷ് അല്ല, ഇത് ഹാൻഡ് ജെല്ല് തന്നെ. പിന്നെ ഞാൻ വലിയ വാസ്ലിനൊന്നും കൊണ്ടുപോകില്ല, അതുകൊണ്ട് ചെറുതായിട്ടുണ്ട് ചെറിയൊരു ഇതിൽ കുപ്പിയിൽ. അപ്പോൾ അതാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമുക്കെടുക്കാം. വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നാളെ സ്കൂളിൽ പോകാൻ റെഡിയാവുന്ന വീഡിയോ ആയിട്ട് നാളെ കാണാം. ടാറ്റ.